പറയട്ടെ, റീജ്യൂസ് ആണേ. രാവിലെ തന്നെ ആദൂനും മിഥുനും ഗിരീഷനും എല്ലാം ചോറും കറിയും കാപ്പിയൊക്കെ കൊടുത്തു വിടണം. അപ്പോൾ ആദ്യം നമുക്ക് അതെല്ലാം തയ്യാറാക്കാം. ഇത് ബീൻസ് വിഴുക്കുരട്ടിയതാണ്. നമ്മുടെ മിഥുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ബീട്രൂട്ട് തോരനാക്കുന്നുണ്ട്. ഇത് പച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ്. തോരൻ വയ്ക്കുന്ന മിഥുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദൂനെന്നും പൊതിച്ചോറാണ്. അവന് വേണ്ടിയിട്ടാണ് ഈ ഇല വാട്ടിയെടുക്കുന്നത്. നമ്മുടെ മിഥുക്കുട്ടിക്ക് സ്ഥിരമായിട്ടൊരു പാത്രമുണ്ട്. വല്ലപ്പോഴും മാത്രം അവൾക്ക് ഇലയിൽ കൊടുത്തു വിട്ടാൽ മതി. നമ്മുടെ മിഥുക്കുട്ടിക്കും പൊതിച്ചോറ് തന്നെയാണ് ഇഷ്ടം. പക്ഷേ വേസ്റ്റ് കൊണ്ടിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പാത്രത്തിൽ കൊണ്ടുപോകുന്നത്. ഈ പൊരിയുന്ന മുട്ടക്കുട്ടൻ ഗിരീഷണന് വേണ്ടിയിട്ടുള്ളതാണ്. ആളിന് നല്ല എരിവൊക്കെ വേണമെന്നുണ്ട്. ശരിക്ക് പച്ചമുളകൊക്കെ ഇടും. തൊട്ടപ്പുറത്ത് മിഥുക്കുട്ടിക്കാണ്. അവൾക്ക് വെറും ഉപ്പ് മാത്രം ഇട്ട് കലക്കി കൂടുതൽ വേവാതെ കൊടുക്കണം. ഇനി ആദൂന് ഇത് രണ്ടും പോരാ. ചിക്കി തോത്തി ശരിക്ക് ഉപ്പും പുളിയും മുളകും ഒക്കെ വേണം. അതുകൊണ്ട് ഒത്തിരി തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ചിക്കി തോത്തി അതുപോലെ കൊടുക്കും. മഞ്ഞളിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചെടുക്കുന്ന പോലെ ബ്രെഡ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ മിഥുക്കുട്ടിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് ഒതുക്കിയിട്ട് ഇനി കാപ്പിക്കുള്ളതാണ്. അപ്പോൾ രാവിലെ ദോശയാണ്. ചമ്മന്തിക്കറി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ഒരു ഭാഗത്ത് ഞാൻ എല്ലാവർക്കുള്ള ചോറ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മിഥുക്കുട്ടിക്ക് ഇലയിലാണ് ചോറ്. ഈ പൊതി മിഥുവിനുള്ളതാണ്. അതിന് പൊതിഞ്ഞെടുക്കണം. ഈ കുഞ്ഞിട്ടിനിൽ അമ്മ തന്നുവിട്ട ചമ്മന്തിപ്പൊടിയാണ്. കൊണ്ടുപോകാനുള്ളതെല്ലാം എല്ലാവർക്കും റെഡി ആയിട്ടുണ്ട്. ഇത് മിഥുക്കുട്ടിയുടെ പൊതിച്ചോറ് ഇനി പൊതിഞ്ഞെടുക്കണം. പിന്നെ ബ്രെഡ് റോസ്റ്റും തണ്ണിമത്തനും പച്ചച്ചിങ്ങൻ്റെ പഴവും അത് ഇത്രയും മിഥുക്കുട്ടിക്കാണ്. പിന്നെ ഇതാണ് ഗിരീഷൻ്റെ ചോറ് പാത്രം. അപ്പോൾ ഗിരീഷൻ്റെ അടച്ചിട്ടുണ്ട്. ഇത് ഗിരീഷന് കൊണ്ടുപോകാനുള്ള കാപ്പിയാണ്. ദോശയും ചമ്മന്തിക്കറിയും. അതിൻ്റെ ഇല നിങ്ങൾ ശ്രദ്ധിച്ചോ? തേക്കിൻ്റെ ഇലയാണ്. ഗിരീഷനും പറഞ്ഞ് വിഷമൊന്നും ഇല്ലാത്തതാണ്. നീ ഇന്ന് ഇതിൽ പൊതിഞ്ഞോളാം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും. അങ്ങനെ രാവിലെ തന്നെ അവർ 3 പേരും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് പേപ്പറൊക്കെ വായിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് ദാ മീൻ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ മേടിച്ച് കൊഞ്ച് മീനാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ കുറച്ച് തേങ്ങ എടുത്തിട്ട് വറുത്തരച്ച് ഒരു കൊഞ്ച് കറി വെക്കാമെന്നങ്ങ് തീരുമാനിച്ച്. അവർ 3 പേരും പോയാലും പിന്നെ എനിക്ക് ഒരുപാട് സമയമുണ്ട് ഇവിടെ. ഒറ്റയ്ക്കിരുന്ന് മുഷിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കൊഞ്ച് വറുത്തരച്ച് വെക്കാൻ തീരുമാനിച്ച്. എന്നിട്ട് ഇതാ കടുവറുത്ത് ചെറിയ ഉള്ളി ഒരു പിടി ഇട്ടിട്ട് വെളിയിൽ പോയി കറിവേപ്പില പിച്ചിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും ചെറിയുള്ള ഒരു ഉമ്മിണി കരഞ്ഞിട്ടുണ്ടേ. സംഭവം ആരും അറിയണ്ട, വേറെ ആരെടുത്തും പറയണ്ടേ. എന്നിട്ട് അത് ഈ 2 വലിയ തക്കാളി ഇട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കൊഞ്ചുകുട്ട അവിടെ ഇരിക്കട്ടെ, പതുക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം. വലിയ 2 തക്കാളി ഇട്ട് മൂപ്പിച്ചെടുത്ത് എന്തിനെന്നറിയാമോ? നല്ല പുളിപ്പ് കിട്ടാനാണ്. എന്നിട്ട് നന്നായിട്ട് ചകട എന്ന് പറഞ്ഞിട്ട് സ്പൂണിട്ട് അത് ഇങ്ങനെ ഇളക്കുമ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ ദേ ഇങ്ങനെ ആയി കിട്ടും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുളിപ്പിന് വേണ്ടി പുളി കുറേ ചേർത്താൽ പോരെയെന്ന്. പുളി പോലെയല്ല, തക്കാളി ആകുമ്പോഴത്തേക്ക് കുറച്ച് മധുരവും കൂടിയുള്ള പുളിപ്പാണ്. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊഞ്ച് വറുത്തരച്ച് വെക്കുമ്പോൾ നമ്മൾ ഒട്ടും പുളി അരയ്ക്കില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു ഉമ്മിണി പുളി എടുത്ത് അരയ്ക്കാറുണ്ട്. അപ്പോഴിതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആ വറുത്തെടുത്ത തേങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലൊരു കുഞ്ഞ് സ്പൂൺ മുളക് പൊടിയും എന്നിട്ട് അതിൻ്റെ ഇരട്ടി 2 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഉമ്മിണി മഞ്ഞൾപ്പൊടിയും ഒരു ഉമ്മിണി ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഇതാ ആ അരച്ചെടുത്തതാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ കറി ഇങ്ങനെ ഇവിടെ കിടന്ന് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കൊഞ്ചുകുട്ടനെ പോയി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. സംഭവം അത്ര വലുതൊന്നുമല്ല, എങ്കിലും ഒരിത്തിരി തോനെയുണ്ട്. അതുകൊണ്ട് ഇവനെ വറുത്തരച്ച് വെച്ചാൽ വേറെ ഒരു കറിയും വേണ്ട. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, അതും ഇതും ഗിരീഷനും എല്ലാം രാവിലെ തന്നെ പോകൂലേ? അവർക്കെല്ലാം ചോറും കറിയും എല്ലാം കൊടുത്തു വിടും, കാപ്പിയും കറിയും എല്ലാം രാവിലെ ആവും, പിന്നെ ഒരു പണിയും ഇല്ലല്ലോ എന്ന്. വീടല്ലേ, പണിയുണ്ടാവില്ലേ മാഷേ? രാവിലെ ചോറും കറിയും എല്ലാം റെഡിയാവും, ശരിയാണ്. പക്ഷേ പിന്നും വൈകുന്നേരം അവർക്ക് വരുമ്പോൾ രാത്രി അപ്പോഴും കഴിക്കണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ട്രിപ്പ് ഈ മീൻ മേടിക്കുന്നതും കറി വയ്ക്കുന്നതും ഒക്കെ. പിന്നെ പൊരിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ മീൻ. അത് ആദൂന് രാത്രി എന്തെങ്കിലും മീൻ പൊരിച്ചതൊക്കെ വേണം. അതുപോലെ തന്നെ ഈ രാത്രത്തേക്ക് വെക്കുന്ന കറിയാണ് രാവിലെ അവർക്ക് പറ്റിച്ചു കൊടുത്തു വിടുന്നത്. പിന്നെ ഈ വേവിക്കുന്ന പാത്രങ്ങളെല്ലാം തേച്ച് വറക്കണ്ടേ? അതിനായിട്ട് ഇവിടെ ജോലിക്കാരൊന്നും ഇല്ലെന്നേ. ഈ വീട്ടിലെന്നല്ല, സാധാരണക്കാരായ എല്ലാ വീട്ടിലെയും വീട്ടമ്മമാരുടെ കാര്യം ഇതാണ്. പിന്നെ തൂത്തുവാരി വൃത്തിയാക്കണം, പിന്നെ തുണികൾ കഴുകണം, അത് കഴിഞ്ഞിട്ട് ആ തുണിയെല്ലാം വിരിച്ച് ഉണക്കിപ്പറക്കി എടുക്കണം, പിന്നെ അതെല്ലാം അടുക്കിപ്പറക്കി വെക്കേണ്ട സ്ഥാനത്ത് വെക്കണം. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത പണികൾ ഒരു വീട്ടിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ എപ്പോഴാണോ വീട്ടമ്മമാർക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നത് ആ സമയത്ത് വീട്ടമ്മമാർ റെസ്റ്റ് എടുക്കുന്നെങ്കിൽ മാത്രമാണ് അവർക്ക് റെസ്റ്റ് കിട്ടുന്നത്. എൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്. എനിക്ക് എപ്പോൾ റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നു അപ്പോഴും ഞാൻ തന്നെ റെസ്റ്റ് എടുക്കും. അല്ലാതെ ജോലി ചെയ്യാൻ ഇരിക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ജോലി ഈ വീട്ടിലെന്നല്ല ഏത് വീട്ടിലും ഉണ്ടാവും. അതൊരു വീട്ടമ്മമാർക്ക് മാത്രമേ അറിയാവൂ.
പിന്നെ ലോകം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരു വീട്ടമ്മയുടെ ജോലി എത്രമാത്രം ഉണ്ട് എന്ന് പല പുരുഷന്മാർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ അവരവരുടെ വീട്ടിൽ സ്ത്രീകൾ എത്രത്തോളം ജോലി ചെയ്യുന്നു എന്നെങ്കിലും കണ്ടറിയത്തില്ലേ? എന്നിട്ടും ഒരു പെണ്ണിനെ കാണുമ്പോൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലേ എന്ന് ഒരു വീട്ടമ്മയുടെ അടുത്ത് ഒരു പുരുഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ വീട്ടിലെ സ്ത്രീകൾ അത്രത്തോളം ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലിക്ക് പോയി പണം സമ്പാദിക്കുന്ന സ്ത്രീ മാത്രമല്ല അധ്വാനിക്കുന്നത്. ഒരു വീട്ടമ്മയും ഒരു പണവും കയ്യിൽ കിട്ടുന്നില്ലെങ്കിലും നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞ് പെരുമാറുന്ന ഒരു സ്ത്രീയോ അങ്ങനെയുള്ളൊരു സ്ത്രീ വീട്ടിലുള്ള ഒരു പുരുഷനോ ഒരു വീട്ടമ്മയെയും ചുമ്മാതിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റം പറയില്ല. വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെ അലസതയോടെ കാണുന്ന സ്ത്രീകളും അങ്ങനെയുള്ള സ്ത്രീകളുള്ള വീട്ടിലെ പുരുഷന്മാരുമാണ് വീട്ടമ്മമാർക്ക് ഒരു ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്നത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയാൻ എന്താ റിജൂസ് എന്നല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, രാവിലത്തുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് അതുനും ഇതുനും ഗിരീഷനും ചോറും കാപ്പിയും എല്ലാം കൊടുത്ത് വിട്ടതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കണേന്ന്. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് പേപ്പർ വായിക്കുന്ന ഒരു പതിവുണ്ട്. വീട്ടമ്മയാണെന്ന് കരുതിയിട്ട് എപ്പോഴും വീട്ടിനകത്ത് തന്നെ ഇരിക്കുമോ? കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ വീട്ടമ്മമാർക്കും ഉണ്ടാവൂലേ? അതുകൊണ്ട് തന്നെ രാവിലത്തെ ജോലിയൊക്കെ കഴിയുമ്പോൾ ആ ചായയും കുടിച്ചുള്ള പേപ്പർ വായന സിറ്റ് ഔട്ടിലാണ്. റോഡിൽ പോണ കാറും ബസ്സും ആൾക്കാരെയൊക്കെ കണ്ട് ആസ്വദിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ആ ചായയും കുടിച്ചിരുന്ന് പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖമാണെന്നേ. എന്തോ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പേപ്പർ വായിക്കുന്നേ ചായ കുടിക്കുന്നേ ആ ഇരിപ്പിടമൊക്കെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. മുമ്പ് നമ്മുടെ കുടുംബ വീട്ടിലായിരിക്കുന്ന സമയത്ത് പിറകോട്ട് നോക്കി ഇരിക്കുവാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് വയലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതും തെങ്ങും തോപ്പും കാണാം. അത് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പുതിയ വീട് വെച്ച് വന്നതിന് ശേഷം ഇവിടെ അങ്ങനെയുള്ള പരിസരങ്ങളൊന്നുമില്ല. ഇവിടെ ആകെപ്പാടെ ഇരിക്കാൻ പറ്റിയ ഒരിത്തിരി ഇഷ്ടമുള്ള ഇടമെന്ന് പറയുന്നത് ആ സിറ്റ് ഔട്ടാണ്. ജോലിയൊക്കെ ചെയ്ത് തളർന്ന് ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഓരോരുത്തരുടെ ഒരു ചോദ്യമുണ്ട്, ചുമ്മാതിങ്ങനെ ഇരുന്നാൽ മതിയല്ലോ എന്ന്. എന്ത് കഷ്ടമല്ലേ? ഇടയ്ക്ക് കാണിച്ച പ്രകൃതി ഭംഗി മഴയുടെ വികൃതിയാണേ. കുറച്ച് ടിന്നെല്ലാം തേച്ചഴി വെളിയിൽ കൊണ്ട് വെക്കാൻ വന്നപ്പോഴോ നല്ല മഴക്കോള് കാറ്റും. അതെടുത്ത് അകത്ത് കൊണ്ടുവന്നപ്പോഴോ ഇപ്പം എനിക്ക് പെയ്യാൻ വയ്യാന്ന് പറഞ്ഞിട്ട് മഴയങ്ങ് പോയി വെയിൽ വന്ന്. ആഹാ, എന്നാ ഇന്ന് അകത്ത് വെച്ച് ഉണക്കുമെന്ന് ഞാനും. ദാ നമ്മുടെ കൊഞ്ചുകിട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ റിജൂസിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ, സീ യു.